വയനാട്ടിലെ മുത്തങ്ങ വന്യജീവി സങ്കേതം, ബാണാസുര, മീൻമുട്ടി വെള്ളച്ചാട്ടം എന്നിവ അടച്ചതോടെ ജീവിതം പ്രതിസന്ധിയിലായ ഒരു കൂട്ടം മനുഷ്യരുണ്ട്. ഇവരെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് നീങ്ങിയിരുന്ന തൊഴിലാളികൾ. കാട്ടാന ആക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർ പോൾ കൊല്ലപ്പെട്ടതോടെയാണ് ജില്ലയിലെ ഇക്കോ ടൂറിസം സെന്ററുകൾ അടച്ചത്. 5 മാസമായിട്ടും കേന്ദ്രങ്ങൾ തുറക്കാൻ നടപടിയായില്ല. വയനാടിന്റെ അതിർത്തിയിൽ കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന ഭാഗത്താണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. 345 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള സംരക്ഷിത വനപ്രദേശം. കർണാടകയിലെ നാഗർഹോള, ബന്ദിപ്പൂർ വനമേഖലയുമായും തമിഴ്നാട് മുതുമല വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ. 5 മാസം കഴിഞ്ഞിട്ടും വന്യജീവി സങ്കേതം തുറക്കാത്തതിനാൽ വലിയ പ്രതിസന്ധിയിലാണ് കേന്ദ്രത്തെ ആശ്രയിച്ചു കഴിയുന്നവർ. ഇതിനെ മാത്രം ആശ്രയിച്ചാണ് ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു കച്ചവടമില്ല, ഒന്നുമില്ല. കുറച്ച് സ്റ്റാഫുകൾ മാത്രമുണ്ട്, അവർക്ക് മാത്രം കുറച്ച് ചായ കൊടുക്കും. വേറെ കച്ചവടങ്ങളൊന്നുമില്ല. വളരെ പ്രയാസത്തിലാണ്. വന്യജീവി സങ്കേതത്തിലേക്ക് ജീപ്പ് സഫാരിക്കായി നിയോഗിച്ച ഡ്രൈവർമാർക്ക് താൽക്കാലികമായി വനംവകുപ്പ് മറ്റ് ജോലികൾ നൽകുന്നുണ്ട്. മുത്തങ്ങയിൽ 2 എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളാണ്, ADCകൾ 2 ഉള്ളത്. ഒന്ന് ഇതിൻ്റെ ട്രാക്കേഴ്സ് ADC, ഒന്ന് ഡ്രൈവേഴ്സിൻ്റെ ADC. ഇതിപ്പോൾ അടച്ചത് മുതൽ തൽക്കാലം ഞങ്ങൾ ഈ കാടിൻ്റെ ഉള്ളിലുള്ള മറ്റ് പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. ബാണാസുര ഡാമിന്റെ സമീപത്തെ വെള്ളച്ചാട്ടമായ മീൻമുട്ടിയെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി പേരും വരുമാനമില്ലാതെ പ്രതിസന്ധിയിലാണ്. കച്ചവടം ചായ, ഓംപ്ലേറ്റ്, മാഗി അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു. ബേക്കറി, തോർത്ത്, ബർമോട അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വരുമാനത്തിന് നല്ലൊരു സഹായം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മരുന്ന് മേടിക്കാൻ പോലും വഴിയില്ലാതെയായി. കുറുവാദ്വീപിലെ വനംവകുപ്പ് വാച്ചറായിരുന്ന പോൾ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെയാണ് ഹൈക്കോടതി വയനാട്ടിലെ ഇക്കോ ടൂറിസം സെന്ററുകൾ അടയ്ക്കാൻ ഉത്തരവിട്ടത്. എത്രയും പെട്ടെന്ന് ഇക്കോ ടൂറിസം സെന്ററുകൾ തുറന്നു പ്രവർത്തിക്കണമെന്ന് കേന്ദ്രത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഒരേ മനസ്സോടെ പറയുന്നു. ന്യൂസ് മലയാളം, വയനാട്.